നമസ്കാരം. CPM-നെതിരെ വീണ്ടും ജി സുധാകരൻ രംഗത്ത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി അടപടലം തോൽക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ ഇതിന്റെ എല്ലാം കാരണം മേയർ ആര്യ രാജേന്ദ്രന്റെ തലയിലും CPM നേതാവ് EP ജയരാജന്റെ തലയിലും CPM സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദന്റെ തലയിലും മുൻ ധനമന്ത്രിയായ തോമസ് ഐസക്കിന്റെയും മണ്ടയ്ക്കുമെല്ലാം കൊണ്ട് പാർട്ടി ഇടും എന്നതായിരുന്നു ആദ്യം കരുതിയിരുന്നത്. ഐസക്കിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന മസാല ബോണ്ട് കേസും നേതാക്കന്മാർ ചെയ്യുന്ന മണ്ടത്തരങ്ങൾക്കെല്ലാം അതിനേക്കാൾ വലിയ മണ്ടത്തരങ്ങളിലൂടെ മറുപടി പറഞ്ഞ് പാർട്ടിയോട് അപമതിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന MV ഗോവിന്ദന്റെ പ്രതികരണങ്ങളും ഡ്രൈവർ മേയർ തർക്കത്തിലൂടെ മേയർ ആര്യ രാജേന്ദ്രനും BJP നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചയിലൂടെ EP-യുടെ വിവാദവുമെല്ലാം ഇത്തരത്തിൽ പാർട്ടിയെ തോൽപ്പിക്കാൻ കാരണമാകും എന്നതായിരുന്നു വിലയിരുത്തൽ. എന്നാൽ ഈ വിലയിരുത്തലുകളെ എല്ലാം തന്നെ നിരർത്ഥമാക്കിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ജി സുധാകരനാണ് പ്രധാന ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്നത്. ഇതിനിടെ മേയറോ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയോ മുൻ ധനമന്ത്രിയെയോ ഒന്നും തന്നെ ചിത്രത്തിൽ കാണാനില്ല. വിവാദങ്ങൾക്ക് കാരണക്കാരായ ഇക്കൂട്ടർ പാർട്ടിക്ക് കിട്ടേണ്ടുന്ന വോട്ട് പോലും കുറയ്ക്കാൻ കാരണക്കാരായ ആ മുഖങ്ങൾ ഇപ്പോൾ സേഫായി നിൽക്കുന്നു. ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നതാകട്ടെ ജി സുധാകരൻ തന്നെയാണ്. കാര്യം മോദി മന്ത്രിസഭയിൽ അഴിമതിക്കാർ ഇല്ലാതിരുന്നത് കൊണ്ടാണ് തുടർ ഭരണത്തിന് മോദിക്ക് വഴിയൊരുങ്ങിയതെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞത് എന്നതാണ് കാരണം. അതായത് സ്വന്തം സർക്കാരിൽ അത്തരക്കാർ ഏറെയുണ്ട് എന്ന തിരിച്ചറിവ് കൊണ്ട് നടത്തിയിരിക്കുന്ന ഒരുതരം പരാമർശമായിരുന്നു അത്. ഇതിന് പിന്നാലെ ജി സുധാകരനെ പാർട്ടി കൈവിടുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോഴിതാ വീണ്ടും മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തി പാർട്ടിക്കുള്ളിലെ ഉള്ളൊഴുക്കുകൾ തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ജി സുധാകരൻ. അതായത് കോഴിക്കോട് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയും മുൻ മന്ത്രിയുമായിട്ടുള്ള എളമരം കരീമിനെതിരെ രൂക്ഷമായ ആരോപണങ്ങളാണ് ജി സുധാകരൻ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. സ്വന്തം നാട്ടിൽ 1.5 ലക്ഷം വോട്ടിന് തോറ്റ വ്യക്തിയാണ് കരീമെന്നും എന്നാൽ ഇതിലൊരു അന്വേഷണവും നടക്കുന്നില്ല എന്നും അതെന്തുകൊണ്ട് നടത്തുന്നില്ല എന്നതാണ് സുധാകരന്റെ ചോദ്യം. അമ്പലപ്പുഴയിൽ 2001-ൽ 11,000-ലധികം വോട്ടിന് പാർട്ടി വിജയിച്ചപ്പോൾ സുധാകരനെതിരെ അന്വേഷണം നടത്തിയിട്ടുള്ള കമ്മീഷനിലെ അംഗമായിരുന്ന ആളാണ് കരീം. ജയിച്ച അമ്പലപ്പുഴയിൽ അന്വേഷണം നടത്തിയ ആളാണ് സ്വന്തം നാട്ടിൽ 1.5 ലക്ഷം വോട്ടിന് തോറ്റിട്ടും ഇങ്ങനെയൊരു കാര്യം ഓർക്കാത്തത് എന്ന് സുധാകരൻ പരിഹസിച്ചു. ആലപ്പുഴയുടെ ഭൂമിശാസ്ത്രം അറിയാത്ത ആളാണ് അന്വേഷിക്കാൻ വന്നത്. ഇവിടെ എത്തിയിട്ടുള്ള ശേഷം തെളിവ് കൊടുക്കാൻ പോയ 8 നേതാക്കളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. തെറ്റ് ജി സുധാകരന്റെ ഭാഗത്ത് അല്ലെന്ന് മൊഴി നൽകിയവരെയാണ് ഭീഷണിപ്പെടുത്താൻ കരീം മുതിർന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമ്പലപ്പുഴയിലെ അന്വേഷണ റിപ്പോർട്ട് ചർച്ച ചെയ്യാനായി കൂടിയ സംസ്ഥാന കമ്മിറ്റിയിലെ അജണ്ടയെക്കുറിച്ച് തന്നോട് മുൻകൂട്ടി പറഞ്ഞിരുന്നില്ല എന്നും യോഗത്തിന് എത്തിയ ശേഷം മാത്രമാണ് അത് താൻ അറിഞ്ഞതെന്നും സുധാകരൻ വെളിപ്പെടുത്തുന്നു. ഇപ്പോൾ കരീം തോറ്റത് ആരെങ്കിലും തോൽപ്പിച്ചതാണോ എന്ന് അന്വേഷിക്കേണ്ട കാര്യമായിട്ട് പോലും അതൊന്നും അന്വേഷിക്കുന്നില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ കുറ്റപ്പെടുത്തൽ. അമ്പലപ്പുഴയിൽ പാർട്ടി വിജയിച്ചിട്ടും പാർട്ടിയോ സംസ്ഥാന കമ്മിറ്റിയോ തന്നെ മനസ്സിലാക്കിയിട്ടില്ല എന്നും ജി സുധാകരൻ പറയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ജി സുധാകരൻ രംഗത്തെത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി തനിക്ക് മാനസികമായ അടുപ്പം ഒന്നുമില്ല എന്നും അന്നും ഇന്നും VS അച്യുതാനന്ദന് അപ്പുറം ഒരു നേതാവ് തനിക്കില്ല എന്ന് മുതിർന്ന നേതാവ് വ്യക്തമാക്കി. പുതിയ തലമുറ നേതാക്കളിൽ നിന്ന് തനിക്ക് വിവേചനം നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നതാണ് അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിൽ. ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് തിരിച്ചു വരാൻ പാർട്ടി കാര്യങ്ങൾ മനസ്സിലാക്കി തിരുത്തണമെന്നും സുധാകരൻ ഇതോടൊപ്പം കൂട്ടിച്ചേർത്തു. എന്തായാലും ഇതെല്ലാം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ CPM-നുള്ളിൽ നേതാക്കൾക്കിടയിൽ പോരു കടക്കുന്നു എന്നത് വ്യക്തമാക്കുകയാണ്.